ഇന്ന് നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു വാഴമ്പിണ്ടി ഇരിക്കുന്നുണ്ട്. വാഴമ്പിണ്ടി എന്നല്ല, ഞങ്ങൾ തൃശ്ശൂർക്കാർ അതിന് ഉണ്ണിപ്പിണ്ടി എന്നിട്ട് പറയാം. ഉണ്ണിപ്പിണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ ആ ഒരു തണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിൽ ഉണ്ടാവുന്ന പിണ്ടിയാണിത്. ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ വാഴയിൽ നിന്ന് പൊളിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് കളറായിരിക്കും കേട്ടോ, നല്ല വൈറ്റ് കളർ. ഇതിപ്പോൾ നമ്മൾ ലുലു യൂസഫ് അലിക്കയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന സാധനമാണത്. ഇങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും. ലോക്കൽ ബനാന പിണ്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. 350 ദിർഹം ഉള്ളത്. അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, പണ്ട് കാലത്ത് നമ്മൾ നാട്ടിൽ വാഴ കൊലച്ചിട്ട് വാഴ വെട്ടിക്കളയില്ലേ, ആ വെട്ടിക്കളയുമ്പോൾ അതിൻ്റെ പിണ്ടിയിലെ ഓരോ പോളകളായി പൊളിച്ച് അവസാനം ഈ പിണ്ടി കിട്ടും. ഈ വാഴ ഉണ്ണിപ്പിണ്ടി കിട്ടും. ഇത് വെച്ച് ഉപ്പേരി, പലതരത്തിൽ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. ഉപ്പേരി വെറുതെ വാഴപ്പിണ്ടി മാത്രം അരിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കാം, പിന്നെ മുതിരയുടെ കൂടെ ഉണ്ടാക്കാം, പിന്നെ ഉണക്കപ്പയർ. എനിക്കിതിൻ്റെ കോമ്പിനേഷൻ ഏറ്റവും ഇഷ്ടം ഉണക്കപ്പയറില്ലേ, ഉണക്കപ്പയർ മറ്റേ വൻപയർ എന്ന് ചിലർ പറയും, ചുവന്ന പയർ, ഉണങ്ങിയ പയർ, അതും വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുക. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ഒരു പരീക്ഷണത്തിന് നടത്തുന്നത്. ഉണക്കപ്പയർ കൂട്ടിയിട്ട് വാഴപ്പിണ്ടി ഉപ്പേരി. ഇതിൻ്റെ ഗുണവശങ്ങൾ, ഇത് കഴിക്കണതിൻ്റെ ഗുണവശങ്ങൾ പറയുകയാണെങ്കിൽ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ശുദ്ധീകരിക്കപ്പെടും. അത് നമുക്ക് ഫീൽ ആവും കേട്ടോ. വയറ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഇമ്പ്യൂരിറ്റീസ് എടുത്ത് കളയാനൊക്കെ നല്ല സാധനമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ നന്നായി വെള്ളം ഉണ്ട് ഇതില്. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. പിന്നെ കൂടുതൽ ടെക്നിക്കാലിറ്റി ഒന്നും നമ്മൾ MBBS പഠിക്കാത്ത കാരണം കൊണ്ട് അറിയില്ല. എന്നാൽ ഈ സാധനം കഴിക്കാനുണ്ടല്ലോ അടിപൊളിയാ. അപ്പൊ ഇത് നമുക്ക് ഇതിനെ പുതിയ കഴിക്കാം. കുറച്ച് ദിവസമായി ഫ്രിഡ്ജിലിരിക്കുന്നു. ഇതില് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് പോളകളുണ്ട്. അത് നമ്മൾ എടുത്ത് കളയണം, ഇങ്ങനെ പറിച്ച് മാറ്റണം. നമുക്ക് ആ അവസാനത്തെ ആ ഒരു ഇത് മാത്രം മതി. അപ്പൊ നമ്മൾ അതിന്റെ മുകളിലത്തെ പോളയൊക്കെ പൊളിച്ച് നമുക്ക് ഉണ്ണിപ്പിണ്ടിയായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് അതിന്റെ രണ്ടറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കളയാം. അപ്പൊ ഒരു ഫ്രഷ് ഇതുപോലെ തോന്നുന്നില്ല. ഇതാണ് ഉണ്ണിപ്പിണ്ടി, അത്രയും ചെറുതായി പോയിട്ടാ. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്യുക. നമ്മൾ എന്താ പറയാ, ഈ ഒരു സൈസിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇതിൽ കുറേ നാരുകളുണ്ട്. ഓക്കെ, നാര് കഴിക്കണത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ കൂടുതൽ നാരായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ വായയിൽ ഇങ്ങനെ ഒരുമാതിരി നാരുകളുടെ ഇതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നാരുകൾ എടുത്ത് കളയണം. പണ്ട് കാലത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് മുളയില്ലേ, മുളയുടെ ഒരു തണ്ട് എടുക്കും. നിറയെ മുള്ളുള്ളൊരു തണ്ട് എടുത്തിട്ട് അത് ഇട്ടാണ്ട് ഇങ്ങനെ ഇട്ട് ആ പാത്രത്തിലിട്ട് അങ്ങനെ കറക്കുമ്പോൾ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നാരൊക്കെ അതിൻ്റെ മുകളിൽ ചുറ്റി പിടിക്കും. അങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം അതിനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പം നമ്മൾ സിമ്പിളായിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ട ഓരോ ഇതിൻ്റെ ഇടയിലുള്ള ഇതില്ലേ, അതിങ്ങനെ പറിച്ചെടുക്കുക. ഇങ്ങനെ മാറ്റി വയ്ക്കുക. ഈ നാരുകൾ കുറച്ച് കൂടുതൽ അകത്തിയെന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്, വയറിന് നല്ലതാണ് ഇതാണ്. നമ്മൾ ഒരുവിധം നാരൊക്കെ അടർത്തി കളഞ്ഞിട്ടുണ്ട്. കണ്ട, ഇങ്ങനെ നോക്കി ഇപ്പൊ ഒരുവിധം നാരൊക്കെ പോയിട്ടുണ്ട്. ഇത്രയൊക്കെ കുറച്ച് നാരൊക്കെ ഉണ്ടായിക്കോട്ടെ, അത് നല്ലതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. നമുക്ക് ഇതിനൊന്നൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം, അരിയാൻ വേണ്ടിയിട്ടിടാം. ഓരോ പീസായിട്ട് എടുത്തിട്ട് അരിയണം നമ്മൾ. അതിനെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ സൈസ് മതി കേട്ടോ. ഈ സൈസിൽ അരിയുക. ഓക്കെ, അങ്ങനെ നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കണം. അരിഞ്ഞിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതൊരു 1-2 പ്രാവശ്യം കഴുകുക. 100 പ്രാവശ്യം കഴുകി രണ്ടാമത്തെ പ്രാവശ്യമാണ്. അത്ര വലിയ വൃത്തികേടുകളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഇതിൽ. അപ്പോൾ ഇതിന്ന് നമ്മൾ ഇങ്ങനെ വെള്ളം പിഴിഞ്ഞിട്ട്, വെള്ളം നന്നായി പിഴിയാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പിണ്ടിയിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ഇതിലേക്ക് മാറ്റാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കാരണം പിണ്ടിയിൽ നമുക്ക് വെള്ളം ഉണ്ട് ഓൾറെഡി. ഇതൊന്ന് വെന്ത് കിട്ടാൻ ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ഈ സാധനം വേവും. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടുക, ആ ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേവട്ടെ, നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ഇതാണ് ഈ വൻപയർ, ഉണക്കപ്പയർ എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ. ചൗലീന എന്താ പറയും ഹിന്ദിയിൽ ഇതിന്. ഇത് ഈ പറഞ്ഞ പോലെ വേവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുതിരും. അപ്പോൾ ഇത് കഴുകിയിട്ട് ഇട്ടിട്ടുള്ള പയറാണ്. അപ്പോൾ ഇത് അങ്ങനെ വെള്ളം നമ്മളൊരു കുക്കറിൽ ഇട്ടിട്ട് അടിച്ചിട്ട് ഇനി ഇത് കുക്കറും എടുത്ത് ഇവിടേക്ക് വയ്ക്കാം. സ്റ്റവും വയ്ക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾ, ഞാൻ എന്തുണ്ടാക്കുമ്പോഴേലും കുറച്ച് മഞ്ഞൾ ഇടും കേട്ടോ, നല്ലതാണത്. പിന്നെ കുറച്ചൊരു ഉപ്പ്, കുറച്ചധികം കൂടണ്ട നോക്കിയിട്ട് നമുക്ക് അവസാനം ഉപ്പേരി ആക്കുമ്പോൾ ഇതാക്കാം. എന്നിട്ട് കുക്കർ അടയ്ക്കുക, വെയിറ്റ് ഇടുക, എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്തു. ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ കേട്ടോ, കൂടുതലാവണ്ട. 4-5 വിസിൽ ആവട്ടെ ലോ ഫ്ലെയിമിൽ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ വേവില്ല. പയറും മുതിരയൊക്കെ ഈ പറഞ്ഞ പോലത്തെ ഒരു സാധനങ്ങളാണ്. അപ്പോൾ നമുക്കത് വേവണവരെ കാത്തിരിക്കാം. 4 വിസിൽ വന്നു. ഞാനത് കുക്കർ ഓഫ് ചെയ്യാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഉണ്ടിയും പിട്ടി വെന്തോ നോക്കി നോക്കാം. തുറക്കാം. വെന്തുണ്ട്, ഒരുവിധം വെന്തുണ്ട്, വെള്ളവും വറ്റിയുണ്ട്. അങ്ങനെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കഷ്ണം വേവിക്കണമെങ്കിൽ വെള്ളം പാകത്തിന് ഒഴിക്കുക. കാരണം അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ കൂടുതലുള്ള വെള്ളം നമ്മൾ കളയേണ്ടി വരും. അപ്പോൾ ഈ വെജിറ്റബിൾ പാചകം ചെയ്ത വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സത്യം ആ വെള്ളത്തിലാണ് കഴിക്കുക. അത് കളയരുത് നമ്മൾ. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ. ചുവന്നുള്ളി ഒരു 10-15 ചുവന്നുള്ളി എത്രയും കൂടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ചുവന്നുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിന് ചതയ്ക്കാനുള്ള ഉരലുണ്ട്. ഇൻ കേസ് ഉരലില്ലെങ്കിൽ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ചതച്ചിട്ട് വരാം. നമ്മൾ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പോൾ പയറിൻ്റെ കുക്കറിൻ്റെ ഇതൊക്കെ ഗ്യാസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കണ്ട, നല്ല വെള്ളം കറക്റ്റായിട്ട് പറ്റിയിട്ടുണ്ട്. ഭാഗ്യത്തിന് അടി പിടിച്ചില്ല കേട്ടോ. കുറച്ചും കൂടി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഉണ്ടായിട്ട് കുഴപ്പമില്ല കേട്ടോ. ഇത് റിസ്ക് എടുക്കല. എന്താ, ഇത് കറക്റ്റ് വെള്ളം പറ്റി, നല്ലതാണ് നമുക്ക്. അപ്പം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു ഇത്ര കടുക് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു കുറച്ച് കറിവേപ്പില അതിലേക്കിടാം. എന്നിട്ടൊരു 2 ഉണക്കമുളക് ഇതുപോലെ നടു പൊടിച്ചിട്ട് അതിലിടുക. എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു പച്ചമുളക് ചീട്ട് ഇങ്ങനെ ഇടാം കേട്ടോ, ഇങ്ങനെ വേണമെങ്കിൽ. എന്നിട്ട് നമ്മൾ
ഈ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളും കൂടിയിട്ടുള്ള സാധനം എടുത്തിടുക. എന്നിട്ട് ഇളക്കുക, ഒന്ന് മയപ്പെട്ട് വരട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പം ഇത് ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് മുരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇതാവട്ടെ, സോട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മൂത്തുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു 3/4 സ്പൂൺ ചുവന്ന മുളക് പൊടി ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞാൽ കരിയാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ മുളക് പൊടി മൂത്തുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വാഴപ്പിണ്ടി ഇടുകയാണ് കേട്ടോ. ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇടുകയാണ് നമ്മൾ. കുഴപ്പമില്ല, വെള്ളം കളയണ്ട, അത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. വാഴപ്പിണ്ടി ഇട്ടു. ഇതൊരു 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് പയർ കൂടാട്ടാം. ഇത് 1 മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഞാൻ തട്ടുക. പയർ ഇതൊന്ന് നന്നായി അങ്ങോട്ട് ഇളക്കുക. അപ്പോൾ ഈ വെള്ളം വറ്റട്ടേട്ടാ. ചെറിയ ഫ്ലെയിമിൽ വെള്ളം വറ്റണവരെ നയിക്കട്ടെ. അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിൽ അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമല്ല, ഒരു പിടി തേങ്ങ ഇറങ്ങിയത് അങ്ങനെ ഇടുക. നന്നായി ഇളക്കി ചേർക്കുക. അത് കഴിഞ്ഞാൽ നന്നായി ഇളക്കി ചേർന്ന് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യുക, എടുത്ത് വയ്ക്കുക, അടച്ചു വയ്ക്കാം കുറച്ച് നേരം. തേങ്ങ ഓരോരുത്തരുടെ ചോയ്സ് ആട്ടോ, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. നമ്മുടെ ഉണ്ണിപ്പിണ്ടി വൻപയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം, തണുക്കട്ടെ ഒന്ന്, എന്നിട്ട് എടുത്ത് കഴിക്കാം. ഈ സാധനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരു 2 പിഞ്ഞാണം ചോറിനാട്ടാ, വേറെ കറിയൊന്നും വേണ്ട. ഒരു പപ്പടും, ഒരു ചെറിയ ചുട്ട പപ്പട, വറുത്ത പപ്പട എന്തെങ്കിലും ഉണ്ടായാൽ മതി ഇതിൻ്റെ കൂടെ നമുക്ക്. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് ഒരു പിടുത്തം പിടിക്കാം. ശരി അപ്പോൾ.